പരിശുദ്ധ റമദാൻ തുടങ്ങി ഏതാണ്ട് 1/3 അവസാനിക്കാൻ പോകുന്നു. 2/3 കടക്കാൻ പോവുകയാണ്. അത്ര വേഗം ദിവസങ്ങൾ പിന്നിട്ടു പോകുന്നു. ഈ ദിവസങ്ങൾ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഈ ധന്യമായ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി ഉപകാരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധന എല്ലാ ദിവസവും നമ്മളിൽ നിന്നുണ്ടാകുന്നത് നന്നായി. പോരായ്മകൾ നികത്തുവാനും കൂടുതൽ ആർജവത്തോടെ, ഔത്സുക്യത്തോടെ, താല്പര്യത്തോടെ കർമ്മനിരതനാകുവാൻ നമുക്കത് വഴിയൊഴുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷം വരെ ഈ റമദാനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നന്മകൾ ചെയ്തു, അത് നമ്മളിൽ നിന്നെല്ലാം അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യ സഹജമായി എന്തെങ്കിലും നമ്മിൽ നിന്ന് പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പുറത്ത് മാപ്പാക്കി തന്ന് ഇതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകി റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ താല്പര്യത്തോടെ വരും ദിവസങ്ങളിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും അമലുകൾ ചെയ്തു കൂട്ടുവാൻ അല്ലാഹു തുണക്കുമാറാകട്ടെ. ഇവിടെ ഞാൻ ഓതിവെച്ച വചനങ്ങളിൽ ഔദാര്യവും ധർമ്മനിഷ്ഠയും പുലർത്തുകയും ഉത്തമമായ ആദർശം അംഗീകരിക്കുകയും ചെയ്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകവും പരലോകവും ധന്യമാക്കി സുഗമമാക്കി കൊടുക്കുമെന്നും, പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിച്ച് ഉത്തമ ആദർശത്തെ അവഗണിച്ച് ജീവിക്കാനാണ്, നിരാകരിച്ച് ജീവിക്കാനാണ് ഭാവമെങ്കിൽ ദുരിതപൂർണമായ ജീവിതത്തിലേക്കായിരിക്കും അല്ലാഹു നയിക്കുകയും ചെയ്യുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى ധർമ്മം ചെയ്യുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും ഉത്തമമായത് സത്യപ്പെടുത്തുകയും ചെയ്യുന്നവന് ഏറ്റവും എളുപ്പമായതിലേക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്തു. എന്നാൽ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ഏറ്റവും നല്ലത് ഏറ്റവും നല്ല ആദർശത്തെ വ്യാജമാക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും ക്ലേശമായ, പ്രയാസകാന്തമായ, ദുരിതപൂർണമായതിലേക്കുള്ള സൗകര്യമായിരിക്കും നാം ചെയ്തു കൊടുക്കുക. അവൻ നാശത്തിലകപ്പെട്ടാലോ, അവൻ പിശുക്ക് കാണിച്ചു വെച്ച ധനം അവന് യാതൊരു പ്രയോജനം ചെയ്യുകയുമില്ല. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. ഇതിൽ 2 പ്രയോഗങ്ങൾ. ഒന്ന് അഅ്ത, ദാനം നൽകുക. രണ്ടാമത്തത് വഅമ്മാമൻ ബഖില, പിശുക്ക് കാണിക്കുക. ഈ 2 പ്രയോഗവുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ ഉണർത്താൻ ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. ദാനം നൽകുക, പിശുക്ക് കാണിക്കുക എന്ന പ്രയോഗമാണല്ലോ ഇവിടുള്ളത്. ഇത് രണ്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുന്ന ധനവുമായി ബന്ധപ്പെട്ടതാണ്. ധനം അള്ളാഹുവിന്റെ നിഅമത്താണ്. ആദ്യം മനസ്സിൽ ഓടി വരേണ്ടത് അതാണ്. ധനം അള്ളാഹുവിൻ്റെതാണ്, കൈകാര്യം ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലെ 33-ാമത്തെ വചനത്തിൽ വആതൂഹും മിമ്മാലില്ലദീ ആതാ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അപ്പൊ ധനം ആര് നൽകി? അള്ളാഹു നൽകി. ഒറ്റ ചോദ്യം, ഒരു ഉത്തരം. ആരാണ് ധനം നൽകിയത്? അള്ളാഹു നൽകി. അതിൽ നിന്ന് എന്ത് വേണം? നിങ്ങൾ കൊടുക്കണം, നൽകണം. ഇനി അതുപോലെ വിശുദ്ധ ഖുർആനിൽ നാം ഓതുമ്പോൾ സാധാരണ കാണുന്ന 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന് അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. ഇത് വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 13 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. മറ്റൊന്ന്
റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറയുന്ന ആശയമുള്ള വചനങ്ങൾ കാണാം. ഇത് ഏതാണ്ട് 7 പ്രാവശ്യവും വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ 2 സ്ഥലത്തും പറഞ്ഞത് അവർക്ക് നാം നൽകിയതിൽ നിന്ന്, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് എന്നുള്ള പ്രയോഗമാണ്. ദാനധർമ്മ മനസ്ഥിതി, ഔദാര്യ മനസ്ഥിതി നമ്മൾക്കുണ്ടാക്കുന്ന ഒരു വലിയ വികാരമുണ്ട്. അതെന്താണ്? ഇത് അള്ളാഹു നൽകിയതാണ് എന്നുള്ള വികാരം, ചിന്ത. പിശുക്കാണെങ്കിലോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റേതാണ് എന്നുള്ള മനോഭാവം. എന്റേത്, ഞങ്ങളുടേത് എന്നുള്ളത് അഹങ്കാരത്തിലേക്കായിരിക്കും കൊണ്ടുപോയി കൂട്ടുക. ആ ശൈലി അള്ളാഹുവിന് ഇഷ്ടമല്ല. ആ ശൈലി സ്വീകരിച്ചവരെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. മുൻ സമുദായങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയിലേക്ക് വന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മറ്റൊരു ഇലാഹും നിങ്ങൾക്കുമില്ല എന്ന ആദ്യ സന്ദേശം കൃത്യമായി എത്തിച്ചു കൊടുത്തതോടൊപ്പം തന്നെ അവരോട് പറഞ്ഞു, അവരിൽ ഒരു വലിയ അധർമ്മം ഉണ്ടായിരുന്നു. എന്താണ് അധർമ്മം? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. അവരോട് പറഞ്ഞു, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുതോ. വീണ്ടും പറഞ്ഞു, എന്റെ ജനങ്ങളെ എന്റെ ജനങ്ങളെ നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയായി കൊടുക്കണം. ജനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വസ്തുക്കളിൽ കുറവ് വരുത്തരുത്. അങ്ങനെ ചെയ്യുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ്. ആ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി നിങ്ങൾ മാറരുത് എന്ന് അവരോട് പറഞ്ഞു. ഒരുപാട് ഉപദേശിച്ചു. ഈ ഉപദേശമൊന്നും അവർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. തന്നെയുമല്ല, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ ചോദിച്ചത്, യാ ശുഐബ്, അസലാതുക തഅ്മുറുക അൻ നത്റുക മാ യഅ്ബുദു ആബാഉന ഔ അൻ നഫ്അല ഫി അംവാലിനാ മാ നശാ. വല്ലാത്ത ചോദ്യം. എന്താണ് ചോദിച്ചത്? ശുഐബേ, നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന നിന്റെ നമസ്കാരമാണോ? ഞങ്ങളുടെ കാക്കകാരണവന്മാർ ആരാധിച്ചു വന്ന വസ്തുക്കളെ ഞങ്ങൾ ഒഴിയണം, ഉപേക്ഷിക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കാൻ നിനക്ക് പ്രചോദനമാകുന്നത് നിന്റെ നമസ്കാരമാണോ? ഞങ്ങൾ പരിശ്രമിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ ഞങ്ങളുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയാൻ നിനക്കാണോ അധികാരം എന്ന് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ച ചോദ്യമുണ്ട്. ഇതിന്റെ പരിണിത ഫലം എന്താണ്? അവരൊരു വലിയ ഘോര ശബ്ദം പിടികൂടി എല്ലാവരും നശിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ എന്നല്ല വിവിധ അധ്യായങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് സൂറത്ത് ഹൂദിലെ വചനങ്ങളുടെ സാരമാണ്. അതോടൊപ്പം തന്നെ ധനമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന നമ്മൾ, കയ്യിലേക്ക് ധനം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവം മാറും. അപ്പൊ പിശുക്ക് അകമ്പടിയാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ആൾക്കാരുടെ സ്വഭാവത്തെ കുറിച്ച് സൂറത്തു തൗബയിലെ 75, 76 വചനങ്ങളിൽ വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ ഫലമ്മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ബഖിലു ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ. അവര് അള്ളാഹുവിനോട് കരാർ ചെയ്യുകയാണ്. എന്താ കരാർ? ഞങ്ങൾക്ക് നിന്റെ ഔദാര്യത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് ധനം ഞങ്ങൾക്ക് നീ നൽകിയാൽ ലനസ്സദ്ദഖന്ന, ഞങ്ങൾ ധർമ്മം ചെയ്തു കൊള്ളാം. തീർച്ചയായും ഞങ്ങൾ ധർമ്മം ചെയ്തു കൊള്ളാം. ലനസ്സദ്ദഖന്ന അറബി വ്യാകരണം അനുസരിച്ച് ഡബിൾ ശക്തിയുള്ള പ്രയോഗമാണ്. ലനസ്സദ്ദഖന്ന, ഞങ്ങൾ ധർമ്മം ചെയ്യുക തന്നെ ചെയ്യും. വലനകൂനന്ന മിനസ് സാലിഹീൻ, ഞങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യും എന്ന് അള്ളാഹുവിനോട് കരാറ് ചെയ്യും. ഫലമ്മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവർക്ക് അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയപ്പോൾ ബഖിലൂ ബിഹി, അവർ അതിൽ പിശുക്ക് കാണിച്ചു. വതവല്ലൗ,
അവർ ആ കരാറിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു. വഹും മുഅ്രിദൂൻ, എല്ലാം അവഗണിച്ചുകൊണ്ട് അവരവരുടെ പാട്ടിന് പോയി എന്ന് ചില ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറഞ്ഞത്. ധനം കയ്യിൽ വന്നാൽ കൊടുക്കാനല്ല തോന്നുക, പിടിച്ചു വെക്കാനാണ് തോന്നുക, കൊടുക്കാതിരിക്കാനാണ് തോന്നുക മനുഷ്യന്റെ സ്വഭാവം. തന്നെയുമല്ല, നമ്മുടെ കൂട്ടാളി നമ്മുടെ കൂടെ കൂടും ആ സന്ദർഭത്തിൽ പിശാച്. അതാണല്ലോ നമ്മുടെയൊക്കെ കൂട്ടാളി. നമ്മുടെ കൂടെ കൂടും, കൂടിയിട്ട് പറയും. എന്താ പറയുക? ദാരിദ്ര്യത്തെ കുറിച്ച് നമ്മളെ പേടിപ്പിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 267, 268 വചനങ്ങൾ, ഇത് രണ്ടും കൂടി ചെലവഴിക്കുന്നതിനെ കുറിച്ചും പിശുക്ക് കാണിക്കുന്നതിനെ കുറിച്ചും പിശാച് ഇടപെടുന്നതിനെ കുറിച്ചും ഒരുമിച്ച് പറയുന്ന വചനങ്ങളാണത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബതും, നിങ്ങൾ സമ്പാദിച്ചതിലെ നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കലല്ല. നിങ്ങൾ സമ്പാദിച്ചതിലെ നല്ലതിൽ നിന്ന്, അതേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. വമിമ്മാ അഖ്റജനാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നും, കൃഷിയിൽ നിന്നും നിങ്ങൾ നൽകണം. എന്നിട്ട് പറയുന്നു, വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, ഏറ്റവും മോശമായത്, ഉള്ളതിൽ ഏറ്റവും മോശമായത് സൂക്ഷിച്ചു വെച്ചിട്ട് അത് ധർമ്മം ചെയ്യാൻ വേണ്ടി കരുതി വെക്കരുത്. വളിച്ചതും പുളിച്ചതും കേടുവന്നതും ആവശ്യമില്ലാത്തതും പൊട്ടിപ്പൊളിഞ്ഞതും ഒക്കെ ധർമ്മം പാടില്ല. വലാത്തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു, നമ്മുടെ മനഃശാസ്ത്രം ശരിക്കും അറിയുന്നവനാണ് റബ്ബ്. അവൻ പറയുന്നു, വലസ്തും ബി ആഖിരീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി, അങ്ങനെ ചീത്തയായ മ്ലേച്ഛമായ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കാരെങ്കിലും തന്നാൽ, നിങ്ങൾ വാങ്ങേണ്ട അവസ്ഥ വന്നാൽ പോലും നിങ്ങൾ അത് വാങ്ങുന്നത് കണ്ണ് ചിമ്മിക്കൊണ്ടായിരിക്കും നിങ്ങളത് വാങ്ങുക. അതല്ലേ നിങ്ങൾ ചെയ്യുക? നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ കണ്ണ് ചിമ്മിക്കൊണ്ട് വെറുപ്പോടെ അറപ്പോടെ വാങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത്, കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കരുത്. സമ്പാദിക്കണം, ആ സമ്പാദ്യത്തിലെ നല്ലതിൽ നിന്ന് ചെലവഴിക്കണം. എന്നിട്ട് പറയുന്നു, വഅലമു അന്നല്ലാഹ വലിയ്യുൻ ഹമീദ്, അറിഞ്ഞോളി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. അശ്ശൈത്താൻ, പിശാച്, യഇദുകുമുൽ ഫഖർ, നിങ്ങളോടവൻ ഭീഷണിപ്പെടുത്തുക, ഓഫർ ചെയ്യുക, ഭയപ്പെടുത്തുക ദാരിദ്ര്യത്തെ കുറിച്ചായിരിക്കും. 1000 രൂപ കയ്യിലുണ്ട്, അപ്പൊ അതിൽ നിന്ന് 500 നീ ധർമ്മം ചെയ്താൽ പിന്നെ 500 അല്ലേ നിന്റെ കയ്യിലുണ്ടാവുള്ളൂ. നീ അതിനെന്ത് ചെയ്യും, ഇതിനെന്ത് ചെയ്യും, മറ്റതിനെന്ത് ചെയ്യും, മറിച്ചതിനെന്ത് ചെയ്യും, നിന്റെ മക്കളെന്ത് ചെയ്യും, അവരുടെ വിദ്യാഭ്യാസം എങ്ങോട്ട് പോകും, ഒരു രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കും? ഇങ്ങനെ ചിന്തകൾ ഒന്നിനു പുറമെ ഒന്നായിട്ട് നമ്മളുടെ മനസ്സിലിട്ട് അലട്ടിക്കും, പേടിപ്പെടുത്തും. പിശാച് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നീചമായ മോശമായ പ്രവൃത്തികൾ ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ഈ പണം കൊണ്ട് അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ, ഇത് 10 കൊടുത്ത് 100 ആക്കിക്കൂടെ, 100 കൊടുത്ത് 1000, പിന്നെ 10,000 ആക്കിക്കൂടെ, അങ്ങനെ ഇരട്ടിപ്പിച്ചൂടെ, ഇങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ ഇരിക്കുന്നു. ഇതൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് നീ ഇത് ധർമ്മം ചെയ്യാൻ പോവുകയോ എന്ന തോന്നലും ദാരിദ്ര്യത്തെ കുറിച്ചുള്ള ഭീഷണിയും പിശാചുണ്ടാക്കി തീർക്കുമെന്ന്. എന്നാൽ അല്ലാഹു നിങ്ങളോട് കരാർ ചെയ്യുന്നത് അനുഗ്രഹമാണ്, അതേപോലെ തന്നെ പാപമോചനവുമാണ്. ഇതിലേത് വേണം എന്ന് സ്വീകരിക്കാനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇതൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ട് പിശാച് നമ്മളിലുണ്ടാക്കുന്ന ആശങ്കകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇങ്ങനെ തന്റെ സാമർഥ്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ധനം ലഭിച്ചത് എന്ന് ധരിക്കുമ്പോൾ പിശുക്ക് വരും. അതിനു പുറമെ അവനിൽ പൊങ്ങച്ചം രംഗപ്രവേശനം ചെയ്യും, അഹങ്കാരം ഉണ്ടാകും, ദുരഭിമാനിയായി മാറും, ആർക്കും ഒന്നും കൊടുക്കില്ല, കൊടുക്കാൻ പ്രേരിപ്പിക്കുകയുമില്ല, സ്വയം കൊടുക്കുകയില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയില്ല. ഇപ്പൊ എന്തിനപ്പോ നമ്മൾ കൊടുക്കണെന്തിനപ്പോ? ഒരാൾ കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അയാൾ തയ്യാറാകുമ്പോൾ അയാളെ തടയുന്ന സ്വഭാവം പോലും ഈ പിശുക്കന്മാരുടെ. ഇതൊന്നും എന്റെ വാക്കല്ലിട്ടോ,
വിശുദ്ധ ഖുർആനാണ്. നമുക്ക് ആർക്കെങ്കിലും എന്നെ കുറിച്ചാണ് ഇത് പറയുന്നത് തോന്നുന്നെങ്കിൽ അത് ഖുർആന്റെ അമാനുഷികതയല്ല, വേറൊന്നുമല്ല. എന്താണത്? അല്ലദീന ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. പൊങ്ങച്ചം കാണിക്കുന്ന, ദുരഭിമാനം നടിക്കുന്ന ആരെയും അല്ലാഹുവിന് ഇഷ്ടമല്ല. എന്താണ് അവന്റെ സ്വഭാവം? അല്ലദീന യബ്ഖലൂന, അവൻ സ്വയം പിശുക്ക് കാണിക്കും. വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, ജനങ്ങളോട് പിശുക്ക് കൊണ്ട് അവൻ കൽപ്പിക്കും. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന് നൽകിയ ധനം എന്ന അനുഗ്രഹത്തെ അവൻ മറച്ചു വെക്കും. ഓരോന്നും എടുത്തൊന്ന് ചിന്തിച്ചു പോകും. അപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പാപ്പരാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണേ എന്നുള്ള ഒരു മറച്ചം കൊടുക്കും. ഇത് റബ്ബറിയില്ല എന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കരുത്. പടച്ചവൻ അറിഞ്ഞൂടെ എന്റെ കയ്യിൽ എത്രയുണ്ട്? പടച്ചവൻ അറിഞ്ഞൂടെ എന്റെ ബാങ്ക് അക്കൗണ്ട് എത്രയുണ്ട്? പടച്ചവൻ അറിഞ്ഞൂടെ എന്റെ സമ്പത്ത് എത്രയുണ്ട്? നാം എത്ര മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം? അതാണ് നേരത്തെ നമ്മൾ സൂറത്തുൽ ലൈൽ അവസാനം പറഞ്ഞത്, അവൻ വീണുപോയാൽ പിന്നെ ആ ധനം അവന് ഉപകാരം ചെയ്യില്ല. നമ്മളൊക്കെ നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് നല്ല സമ്പത്ത്, അത് തോന്നിയ മാതിരി നമ്മളങ്ങോട്ട് ചെലവഴിച്ച് അവസാനം സമ്പത്ത് നഷ്ടപ്പെട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, അപ്പൊ അത് തുലച്ചു, നശിപ്പിച്ചു. അവസാനം ആരോഗ്യം ക്ഷയിച്ചു, രോഗിയായി മാറി. രോഗിയായി മാറിയപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഇന്നതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ആലോചിച്ചിട്ട് എന്ത് കാര്യം? നമസ്കരിക്കാൻ, നിന്ന് നമസ്കരിക്കാൻ നല്ല ആരോഗ്യമുള്ള സമയത്ത് നമസ്കരിച്ചില്ല. പിന്നെ നമസ്കരിക്കണമെന്ന് മനസ്സിൽ തോന്നിയപ്പോഴേക്കും ബുദ്ധിമുട്ടിയേ നമസ്കരിക്കാൻ പറ്റുന്നുള്ളൂ, നിൽക്കാൻ കഴിയുന്നില്ല, സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള എത്ര അവസരങ്ങൾ മുമ്പുണ്ടായി, അതൊക്കെ നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തുമ്പോൾ ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. അതുപോലെ തന്നെയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതും അല്ലാഹു കനിഞ്ഞു നൽകുന്ന അനുഗ്രഹമാണ്. ആ ആരോഗ്യം നമ്മൾ വേണ്ടാത്തതിനൊക്കെ ദുർവിനിയോഗം ചെയ്യുന്നു. അവസാനം ആരോഗ്യം ക്ഷയിച്ച് ആ ഒരവസ്ഥയിലേക്ക് എത്തി, മാറാ രോഗത്തിന് പിടിയിലായി. ഉള്ള സമ്പത്ത് മുഴുവൻ അതിന് വിനിയോഗിച്ചു. എന്നിട്ടും നിക്കക്കള്ളില്ല. കോറിയിട്ടോ ഇത് മനസ്സില്. അള്ളാഹു കനിഞ്ഞു നൽകിയ ധനം ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിനിയോഗിക്കാതെ, ചെലവ് ചെയ്യാതെ, ദാനധർമ്മങ്ങളൊന്നും ചെയ്യാതെ കെട്ടിപ്പൂട്ടി വെച്ച് അവസാനം ഒരൊറ്റ വീഴ്ച കഴിഞ്ഞു എല്ലാം. ഖുർആനാണ് പറയുന്നത്, പിശുക്ക് കാണിച്ച് ധർമ്മം ചെയ്യാതെ, സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചതാണ് ഇത് മുഴുവൻ. അവനോ ഉപകാരം ചെയ്തില്ല, ഉപകാരപ്പെട്ടില്ല. പിൻഗാമികൾക്ക് പോലും ഉപകാരം കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു. നഅൂദുബില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്ര ഗൗരവമുണ്ട് പ്രിയമുള്ളവരെ. അതാണ് അനുഗ്രഹം മറച്ചു വെക്കുക എന്ന് പറഞ്ഞത്. ഈ മനോഭാവം വന്നാൽ ആ മനോഭാവം എന്ന് പറയുന്നത് ഖാറൂന്റെ മനസ്സാണ്. നമ്മളുടെ മനസ്സൊരിക്കലും ഖാറൂന്റെ മെന്റാലിറ്റി നമുക്ക് ആർക്കും പാടില്ല. ഖാറൂന്റെ മെന്റാലിറ്റി ഇതായിരുന്നു. എന്ത്? ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്. അവരോട് ചില ആളുകൾ പറഞ്ഞു, അവനോട് 3-4 കാര്യ പറഞ്ഞത്. ലാ തഫ്രഹ്, നീ ഊറ്റം കൊള്ളരുത്, നീ നിഗളിക്കരുത്, നീ പുളകം കൊള്ളരുത്. പുളകം കൊള്ളുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. നിനക്ക് അല്ലാഹു നൽകിയത് കൊണ്ട് പരലോകം ആഗ്രഹിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിന്റെ ഓഹരി നീ മറക്കണ്ട. വാഹിസിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ മറ്റുള്ളവരോട് നന്മ ചെയ്യണം. വലാ തദ്ഖിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നീ കുഴപ്പമുണ്ടാക്കരുത്. കുഴപ്പക്കാരെ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്നൊക്കെ ഈ ഖാറൂൻ എന്ന് പറയുന്ന സമ്പന്നനെ, കോടാനുകോടിയുടെ ഉടമസ്ഥനെ, ഒരു സംഘം 7 ആളുകൾ ചുരുങ്ങിയത് ചുമന്നു കൊണ്ടുപോകുവാൻ മാത്രം താക്കോലിന്റെ കൂട്ടമുണ്ടായിരുന്ന ഖജനാവിന്റെ ഉടമയായിരുന്ന ഖാറൂൻ അവനോട് പറഞ്ഞതാണ്. മാന്യമായി ജീവിക്കുന്ന, പടച്ചവനെ ഭയപ്പെടുന്ന, ഓർമ്മയുള്ള, ബോധമുള്ള ആളുകൾ അവനോട് ഉപദേശിച്ചു ഈ ഉപദേശം.
കേട്ട ഉടനെ അവനൊരൊറ്റ വാക്കേ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. ഇത്ര മാത്രം നിങ്ങളൊന്നും എന്നെ ഉപദേശിക്കണ്ട, കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ മനോഭാവം നമ്മിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തണം. അത് അള്ളാഹു നൽകിയെങ്കിൽ എടുത്തു മാറ്റാൻ അള്ളാഹുവിന് സാധിക്കും. മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിലുൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. ഓർമ്മ വേണം ആ വചനം. ഇങ്ങോട്ട് തന്നത് അങ്ങനെ തന്നെ തിരിച്ചെടുക്കാൻ, ഒരു രോഗം തന്ന് ചികിത്സിപ്പിച്ച് തിരിച്ചെടുക്കാൻ, ഒന്ന് വീണ് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു പരീക്ഷണം തന്ന് മാറ്റിയെടുക്കാൻ, ഇതിനൊന്നും കഴിവില്ലാത്തവനല്ല റബ്ബ്. ആ ബോധം നമുക്കുണ്ടാകണം. ധനത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകണം. അത് ആവശ്യമാണ്. ആ ഒരു മനോഭാവം നമുക്ക് പാടില്ല. അവിടെയാണ് എന്നതിലേക്ക് നമ്മളുടെ മനസ്സ് ചെന്ന് പെടുക എന്ന് നാം ഓർക്കുക. അങ്ങനെ അള്ളാഹു നൽകിയതാണ് ധനം എന്നുള്ളത് ദൃഢമായി അങ്ങോട്ട് വിശ്വസിക്കുക. ഞാൻ കൈകാര്യകർത്താവാണെന്നുള്ള ബോധമുണ്ടാവുക. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുക്കും, ധർമ്മം ചെയ്യും, ഒക്കെ ചെയ്യും. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യൂല. കാറൂന്റെ മാതിരി ആവും. കാറൂന് സംഭവിച്ചത് എന്താ? ഒന്നും അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയില്ല. ഒരൊറ്റ ആഴ്ത്തൽ ഭൂമിയിലേക്ക് എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിരുന്നത് എന്തിനാ? പാഠം ഉൾക്കൊള്ളാനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം, തൊഴിൽ ചെയ്യണം, കൃഷി ചെയ്യണം. എങ്ങനെയാണോ നമുക്ക് ധനം സമ്പാദിക്കാൻ കഴിയുക, അനുവദനീയമായ രൂപത്തിൽ സമ്പാദിക്കാൻ കഴിയുക, നമ്മളത് ചെയ്യണം. അള്ളാഹു നമുക്ക് ഏതെങ്കിലും മാർഗത്തിലൂടെ ആ ധനം നമുക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹു നൽകുന്ന ധനത്തിൽ അതെനിക്ക് മാത്രമുള്ളതാണ്, വേറെ ആർക്കും ഇതിൽ അവകാശമില്ല എന്നുള്ള മനോഭാവമല്ല വേണ്ടത്. മറിച്ച് ഇതിൽ അവകാശമുള്ള ആൾക്കാരുണ്ട്. നാം അങ്ങനെ സമ്പാദിക്കുന്ന, നമ്മളുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി സമ്പാദിക്കുന്ന ധനം മറ്റുള്ളവന്റെ സുഖത്തിനും സൗഖ്യത്തിനും സൗകര്യത്തിനും വേണ്ടി കൈമാറേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധവും കൂടി ഇതോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴേ നമ്മൾ മെച്ചപ്പെടുകയുള്ളൂ, നന്നാവുകയുള്ളൂ. അങ്ങനെ നാം സമ്പാദിച്ച ധനം അതിന് അവകാശപ്പെട്ട ആളുകളിലേക്ക് പോകുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് നിർബന്ധ ദാനം എന്ന സക്കാത്ത്, രണ്ട് പൊതുദാന ധർമ്മങ്ങൾ എന്ന് പൊതുവെ പറയപ്പെടുന്ന സദഖാത്ത്. സദക്ക സക്കാത്തുമാകും, സക്കാത്ത് സദക്ക. ഇതൊക്കെ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ആ സമ്പാദിച്ച ധനത്തെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു പ്രയോഗമുണ്ട്, വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും അവകാശം നിഷേധിക്കപ്പെട്ടവർക്കും ഒരു നിശ്ചിത അവകാശമുണ്ട്. ആ നിശ്ചിത അവകാശമാണ്, പ്രിയമുള്ളവരെ, സക്കാത്ത് എന്ന് പറയുക. നമ്മൾ സാധാരണ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, നമ്മുടെ സമ്പത്തിൽ സാധുക്കൾക്കുള്ള അവകാശമാണ് സക്കാത്ത് എന്ന് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആന്റെ അനുയായികളാണ് നമ്മൾ. ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അപ്പൊ ആ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം തികയുമ്പോഴും നമ്മളുള്ള സമ്പത്തിന്റെ കണക്ക് നോക്കി, നിസാബ് നോക്കി, നിസാബ് തികഞ്ഞാൽ അതിന്റെ 2.5%, ചിലത് 5%, ചിലപ്പോ 10%, ചിലപ്പോ 20%, എത്ര ഉണ്ടാക്കിയാലും എന്ത് കിട്ടിയാലും പരമാവധി കൊടുക്കാനുള്ളത് 2.5, 5, 10, 20, ഇതല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇത് കൊടുത്തുകൊണ്ട് എല്ലാം കൂടി അങ്ങോട്ട് തീർന്നു പോകുന്നു എന്നൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുക. നാം അറിയാത്ത നിലയിൽ വന്നുകൊണ്ടിരിക്കും. അതേസമയം കൊടുക്കാതിരുന്നാലോ അതിന്റെ തിക്തഫലം വളരെ വലുതായിരിക്കും. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. കൃത്യമായി കണക്കാക്കി കൊടുക്കേണ്ടതാണ്. 590 ഗ്രാം വെള്ളിയുടെ വിലയ്ക്കുള്ള കറൻസി, നാണയം, നമ്മളുടെ എല്ലാ അത്യാവശ്യ ചെലവും കഴിഞ്ഞ വർഷം കൊടുത്ത് ഈ വർഷം നോക്കുമ്പോൾ 590 ഗ്രാം വെള്ളിയുടെ വിലയ്ക്കുള്ള ഇന്നത്തെ വില 1,77,000 രൂപയാണ്. 590 ഗ്രാം വെള്ളിയുടെ വില. ആ 1,77,000 രൂപ ഇന്ന് കണക്ക് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% നമുക്ക് അർഹതപ്പെട്ടതല്ല. അതിന്റെ അവകാശികൾ വേറെയാണ്, അവർക്ക് കൊടുത്തേക്കുന്നത്. എന്താണ് ഈ സക്കാത്ത് എന്ന് വളരെ ചുരുങ്ങി ഞാൻ പറയുകയാണ്.
ഒരുപാട് കേൾക്കുന്നതാണ്. അതുകൊണ്ട് കൃഷിയാണോ, കൃഷി വിളവെടുക്കുന്ന സന്ദർഭത്തിൽ അത് നല്ല ചെലവൊക്കെ മുടക്കി ചെയ്യുന്നതാണെങ്കിൽ 5% അല്ലെങ്കിൽ 10%മാണ് കൊടുക്കേണ്ടത്. കച്ചവടത്തിന്, അതുപോലെ തന്നെ വ്യവസായശാലകൾക്ക്, ശമ്പളത്തിന് ഒക്കെ നമുക്ക് ബേസായിട്ട് സ്വീകരിക്കേണ്ട ഇതാണ്. ഇപ്പം സ്വർണത്തിന് കുറെ അധികം വില കൂടിയത് കൊണ്ട് ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം, നമുക്ക് സ്വർണം നിസാബാക്കിയാലും കൊടുക്കണ്ടല്ലോ. മനുഷ്യൻ എത്രയാണ് ഈ പോണത്, എങ്ങോട്ടാണ് ഈ പോകുന്നത്? വെള്ളിയുടെ നിസാബ് കണക്കാക്കി സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉടനെ എന്റെ സ്വർണത്തിന്റെ നിസാബ് ആക്കിക്കൂടെ, എന്നാ പിന്നെ പണ്ടേ ആക്കിക്കൂടെ? വെള്ളിയുടെ നിസാബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നത്. അത് ഇതൊന്നും അറിഞ്ഞിട്ടല്ല. പ്രവാചകൻ മരിച്ച് 15 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം സ്വർണത്തിന് ഇത്രമാത്രം വില കൂടുമെന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. അന്ന് തന്നെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്വർണ്ണ നാണയവും വെള്ളി നാണയവും തമ്മിൽ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അന്നും സ്വർണ്ണ മൂല്യമാക്കിയാൽ കൊടുക്കാൻ ആളുണ്ടാവൂല. അപ്പൊ വെള്ളി നിസാബാക്കി. ഇപ്പോഴത്തെ വ്യത്യാസം നിങ്ങളൊന്ന് നോക്ക്. 1 ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ വില 14,760 രൂപയാണ്. ഇൻറ്റു 85 ഗ്രാം നിങ്ങളൊന്ന് കണക്കാക്കിയ എത്ര ലക്ഷമായി? 12,54,600 രൂപ ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാവുന്നുള്ളൂ. വെള്ളി ആകുമ്പോൾ 1,77,000 ഉള്ളൂ. കൊടുക്കാൻ ശ്രമിക്കുക, കൊടുക്കാതിരിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളൊന്നും മെനഞ്ഞിട്ടും പടച്ചവന്റെ മുമ്പിലൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് നാം ഓർക്കുക. അപ്പൊ ഇങ്ങനെ സക്കാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വർഷം തികയണം അത് കൊടുക്കണമെങ്കിൽ. അത്യാവശ്യ ചെലവ് കഴിച്ച് ബാക്കിയുള്ളതാകുന്നതിന്റെ നിബന്ധനകൾ നമുക്കറിയാം. അത് നമ്മൾ ശേഖരിച്ച് വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം, ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. അവരുടെ ധനികന്മാരിൽ നിന്ന് സ്വീകരിച്ചിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പൊ കൊടുക്കലും വാങ്ങലും സക്കാത്തിന്റെ രംഗത്തുണ്ടാകണം. വ്യക്തിക്ക് കൊടുത്താൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുന്ന ഏർപ്പാടുണ്ടാവില്ലല്ലോ. അതിനാണ് സംഘടിത സക്കാത്ത്, ബൈത്തുൽ സക്കാത്ത്, സക്കാത്ത് സെല്ലുകൾ നമ്മുടെ നാട്ടിൽ വിവിധ സംഘടനകളുടെ കീഴിൽ, വിവിധ സ്ഥാപനങ്ങളുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം സമൂഹത്തിന് ഏറെയുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ച് എത്ര വർഷമായി നമ്മൾ സക്കാത്ത് സെല്ല് നടത്തുന്നത്? അൽഹംദുലില്ലാ, എത്രയോ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ ആളുകൾ ചിലപ്പോൾ ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ടുണ്ടായ നേട്ടം സമൂഹത്തെ പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരുടെ അവശത പരിഹരിച്ച് നല്ല ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാനാണ് സക്കാത്ത്. അതുകൊണ്ടാണ് സക്കാത്ത് സമ്പ്രദായം പഠിപ്പിച്ച് അവസാനം സക്കാത്ത് കൊടുത്തതിന് ശേഷം സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ സംജാതമായ ചരിത്രം ഇസ്ലാം പറഞ്ഞു തരുന്നത്. ഇത് വെറും കഥയല്ല, നടന്ന സംഭവം. സംഘടിതമായി സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്ത് സാധുക്കളുടെ അവശത പരിഹരിച്ച് ദാരിദ്ര്യം ഇല്ലാതാക്കി അവരെ സമ്പന്നതയിലേക്ക് എത്തിച്ചു കഴിഞ്ഞതോടുകൂടി ഒരു നാട്ടില് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സക്കാത്തിന്റെ, സംഘടിത സക്കാത്തിന്റെ പ്രതിഫലനവും അതിന്റെ നേട്ടവും എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ. യമനിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അറിയാം കഥ, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിയോഗിക്കുമ്പോൾ സക്കാത്തിന്റെ നിർദ്ദേശം കൊടുത്തത് ധനികരിൽ നിന്ന് വാങ്ങി ദരിദ്രർക്ക് കൊടുക്കണമെന്ന്. അദ്ദേഹം അങ്ങനെ ചെയ്തു. റസൂല് വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വഫാത്തായി. റസൂലാണ് പറഞ്ഞയച്ചത് യമനിലേക്ക്. റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ വഫാത്ത് കഴിഞ്ഞു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമായപ്പോൾ എത്ര 10, 12, ഒരു 15 വർഷം പരമാവധി അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക. അത് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യമനിൽ നിന്ന് സക്കാത്ത് പിരിച്ചിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിലേക്ക്, മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എന്റെ ഇങ്ങോട്ട് തരുന്നതെന്ന് വെച്ചാൽ ഒറ്റ മറുപടി, ഇത് വാങ്ങാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കുമായിരുന്നില്ല. ഈ സംഘടിത സക്കാത്തിനെയാണ് നമ്മൾ എന്തൊക്കെയോ ആക്കി മാറ്റി. സമൂഹത്തിന് ഇപ്പോഴും
ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് പലരും എഴുന്നേറ്റ് വരാൻ തന്നെ സമ്മതിക്കാതെ പോകുന്ന അവസ്ഥ വിടില്ല റബ്ബ്. മാറ്റാതെ രക്ഷയില്ല. അത്ര ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ധനവിനിയോഗ സാമ്പത്തിക ക്രമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചെന്ന് മനസ്സിലാക്കുക. അപ്പൊ സക്കാത്താണ് ഒന്ന്. അത് ആ രൂപത്തിൽ വിനിയോഗിച്ചു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം സക്കാത്ത് കൊടുത്ത ആളുകൾ ഈ വർഷം ഇപ്പൊ റമദാൻ സക്കാത്തുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷേ സാധാരണ എല്ലാവരും റമദാനും സക്കാത്ത് കൊടുത്തു തുടങ്ങുമ്പോൾ അടുത്ത റമദാൻ ആകും സ്വാഭാവികമായിട്ടും അവന്റെ സക്കാത്തിന്റെ വർഷം തികയായി. ആ നിലയിൽ കണക്കാക്കി കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ ഞാൻ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ പെൻഷൻ എത്രയാണ്, അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ചെലവ് കഴിച്ച് ബാക്കി എത്ര ഉണ്ട്, ഞാൻ ശമ്പളം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ എന്റെ ശമ്പളം എത്രയായിരുന്നു, അതിൽ നിന്ന് എന്റെ അത്യാവശ്യ ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തുണ്ട്. ഒരു കച്ചവടക്കാരൻ അവന്റെ വ്യവസായത്തിന്റെ സംഗതികളെല്ലാം നോക്കി അതിന്റെ മൂല്യവും അതിന്റെ ലാഭവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നിന്ന് ഞാൻ എത്ര ഉണ്ട് എന്ന് നോക്കി ഈ പറഞ്ഞ 590 ഗ്രാം വെള്ളിയുടെ വിലയ്ക്കുള്ള കറൻസി നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ, കയ്യിലിരിക്കാന്ന് പറഞ്ഞാൽ ബാങ്കിലിട്ടാ വേണ്ടെന്നല്ലല്ലോ, നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ, നമുക്കതിന് ഉടമസ്ഥതയുണ്ട് എങ്കിൽ 2.5% ഇന്ന് തന്നെ കണക്കാക്കി അങ്ങോട്ട് മാറ്റി, എന്നിട്ട് സക്കാത്ത് കമ്മിറ്റികൾക്ക് കൊടുത്ത് ഉത്തരവാദിത്വം നിറവേറ്റി. ഇല്ലെങ്കിൽ പരലോകത്ത് വല്ലാതെ വിഷമിക്കേണ്ടി വരും. والذين يكنزون الذهب والفضة ثم لا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون എന്ന അല്ലാഹുവിന്റെ വളരെ ഗൗരവമുള്ള ആ താക്കീത് അവിടെ വെച്ച് നമുക്ക് കേൾക്കേണ്ടി വരും. എല്ലാം ആർക്കും കൊടുക്കാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ, സക്കാത്ത് കൊടുക്കാതെ, ദാനധർമ്മങ്ങൾ ചെയ്യാതെ കെട്ടിപ്പൂട്ടി വെച്ച് എല്ലാം കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. ഒരു ഉപകാരവും അതുകൊണ്ട് നമുക്ക് കിട്ടില്ല. അതേസമയം ഇവിടെ സക്കാത്ത് കൊടുത്തെങ്കിൽ അത് അവിടെ ഉണ്ടാകും, ഇവിടെ ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാകും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഈ കാര്യം കൂടി ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ചർച്ചയിലും ചിന്തയിലും ഉണ്ടാകേണ്ടതുണ്ട്. ഉത്തരവാദിത്വവും ബാധ്യതകളും നിറവേറ്റേണ്ടതുണ്ട്. അള്ളാഹു കനി നൽകിയ ധനത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള എല്ലാവർക്കും ആ സക്കാത്ത് കുറ്റമറ്റ നിലയിൽ കൃത്യമായി നിറവേറ്റി അതിന്റെ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ നന്മകളും നേടിയെടുക്കാൻ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വിശ്വാസിയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയും വിചാരവും ആരാധനകളോടുള്ള ആഭിമുഖ്യവും സർവ സൽക്കർമ്മങ്ങളോടുള്ള താല്പര്യവും ഒക്കെ മുടങ്ങാതെ നിലനിന്ന് പോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ സമസൃഷ്ടി സ്നേഹവും സാമൂഹിക ബോധവും സഹാനുഭൂതിയും ഔദാര്യവും ജനോപകാര തൽപരതയും ഒക്കെ എല്ലാ നാളിലും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകണം. പക്ഷെ റമദാനിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, റമദാനിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം, ആ പ്രതിഫലത്തോടൊപ്പം റമദാൻ അല്ലാത്തപ്പോൾ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്താൽ 700 ഇരട്ടി പ്രതിഫലമാണ് ഖുർആൻ ഓഫർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ റമദാനിലാവുമ്പോൾ അത് എത്രയാവുമെന്ന് നോക്കുക. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദൻ നാസി ഫീ റമളാൻ, അജ്വദമായ യകൂനു ഫീ റമളാൻ, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്ന റസൂൽ റമളാനിലായിരുന്നു ഏറ്റവും വലിയ ധർമ്മം ചെയ്യൽ. എപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും, റമളാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ കണ്ടുമുട്ടുകയും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ഓതി കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മത്തെ കുറിച്ച് പറയുന്നത്, പരാമർശിക്കുന്നത് അജ്വദ ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായിരുന്നു റസൂലിന്റെ ധർമ്മം. എന്തുണ്ടായിട്ട് ഇത് നമ്മളെ പോലെ ഒരുപാടുണ്ടായിട്ടേ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ആ ബാധ്യത നിറവേറ്റുന്നതിൽ വലിയ മാതൃകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ധനം
അള്ളാഹു നൽകിയതാണ്, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്ന ഞാനൊരു രക്ഷപ്രഭുവോ കോടീശ്വരനൊന്നും അല്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് എന്തെന്റെ റബ്ബ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എന്റെ കച്ചവടത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കേണ്ടത്. എന്റെ തൊഴിലിൽ നിന്ന് ഞാൻ എന്ത് നേടി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അത് ഈ പറഞ്ഞ പരിധിയിലേക്കും അതിർത്തിയിലേക്കും എത്തിയോ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല സക്കാത്തിൽ നിന്ന്. ഒരുപാട് വിശദീകരിക്കേണ്ട രംഗമാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ അതൊരു ഉപകാരപ്പെടാതെ പോകും എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഈ രംഗത്ത് കാണിച്ചു തന്നിട്ടുള്ള മാതൃക വളരെ വലുതാണ്. സഹാബത്തും പരസ്പരം മത്സരിച്ചവർക്ക് കഥകളൊക്കെ അറിയാം, ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ആഹാരം ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നോമ്പാണ്. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കരുതിയിരുന്ന ഒരു പത്തിരി ഉണ്ടാവും വീട്ടിൽ, ഒരു റൊട്ടി. പത്തിരി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു റൊട്ടി. വേലക്കാരിയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് നമുക്ക് എടുത്തു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. വേലക്കാരി പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ ലൈസ ലക്കി മാ തുഫ്തിറു മാ തുഫ്തിരീന അലൈഹി. ഇതങ്ങോട്ട് കൊടുത്താൽ നോമ്പ് തുറക്കാൻ അങ്ങക്കൊന്നും ഉണ്ടാവില്ല. പരിചാരിക പറഞ്ഞതാ, വേലക്കാരി പറഞ്ഞതാ. ആയിഷ റളിയല്ലാഹു അൻഹ അവളോട് ആജ്ഞാപിച്ചു, അഅ്തിഹാ ഇയ്യാഹു, അതങ്ങെടുത്ത് കൊടുക്കവർക്ക്. ഇതായിരുന്നു ആയിഷ റളിയല്ലാഹു തആല. ഞങ്ങൾ നോക്ക്, ഒരു പത്തിരി നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്, അതൊരാൾ വന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാനുള്ള മാനസികാവസ്ഥ. നമ്മളൊക്കെ നോമ്പ് തുറക്കാൻ എത്രയാണ് ഒരുക്കി കൂട്ടുക, അവസാനം ആവശ്യമില്ലാതെ ധാരാളമായി ഒഴിവാക്കുന്ന ദുരവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുടുംബം, ആ കുടുംബത്തിൽ 3 പെൺകുട്ടികൾ, വലിയ സമ്പന്നമല്ലാത്തൊരു പിതാവ്, ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്. ആ പെൺമക്കൾ 3 ഈ ഉപ്പാനോട് പറയാ, ഉപ്പ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, ഞങ്ങൾക്കും ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മൂപ്പര് പോക്കറ്റ് കയ്യിട്ട് നോക്കുമ്പോൾ 20 രൂപയുണ്ട്, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നു. അങ്ങനെ ഒരു വലിയ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ എത്തുന്നു. അവിടെ എത്തി ഇങ്ങനെ നോക്കുമ്പോഴെത്തും ആകെ ഉള്ളത് 20 രൂപ. 20 രൂപ കയ്യിലെടുക്കും, ഇന്ന് നോക്കും, ഒന്നും വാങ്ങാൻ തികയില്ലല്ലോ. 20 രൂപയ്ക്ക് എന്ത് ഫ്രൂട്ട്സ് വാങ്ങാനായി? ഒരു പഴം പോലും കിട്ടൂല, അറിയാലോ നമുക്കൊക്കെ. എന്നിട്ട് അങ്ങനെ അയാൾ അവിടെ നിൽക്കുമ്പോൾ ഒരു തരക്കേടില്ലാത്ത ഒരാൾ ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹം വന്നിട്ട് 5 കിലോ ആപ്പിള്, 5 കിലോ പേരയ്ക്ക, 6 കിലോ മറ്റേത് എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് ഈ കാറിനകത്തോട്ട് വെച്ചേക്ക് എന്ന് ചോദിക്കുമ്പോൾ കടയുടമ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയധികം? അത് ഇന്ന് നോമ്പ് തുറയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഈ മനുഷ്യൻ ഇതെല്ലാം കണ്ട് സഹിച്ച് ഇയാളോട് പറഞ്ഞു, ഇതേ 20 രൂപയുണ്ട് എന്റെ കയ്യിൽ, ഇതിന് എനിക്ക് ഫ്രൂട്ട്സ് വേണം. ഇപ്പൊ കടയുടമ പറഞ്ഞു, ഇത്രേ ഉള്ളുവെങ്കിൽ നീ ഒരു പണി, അകത്തേക്ക് ചെന്നാൽ കെട്ടതും ചീഞ്ഞതും മാറ്റിവെച്ചതുമായതുണ്ടാവും, അതൊക്കെ നീ എടുത്തോണ്ട് പോയിക്കോന്ന് പറഞ്ഞു. ഈ മറുപടി കേട്ടുകൊണ്ട് വേറൊരു മനുഷ്യൻ അവിടെ നിൽക്കൊണ്ട് ഫ്രൂട്ട്സ് നോക്കിക്കൊണ്ട്. ഈ പിതാവ് അവിടെ ചെന്നിരുന്നതെല്ലാം കൂടി പറക്കി ഒരു കിറ്റിനകത്തിട്ട് വീട്ടിലെത്തി. ഉപ്പ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് സന്തോഷത്തോടു കൂടി 3 ചെറിയ പെൺകുട്ടികളാണ് നോമ്പ് തുറക്കാൻ വന്ന് ചുറ്റിട്ട് ഇരുന്നു. അദ്ദേഹമാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയി നിറകണ്ണുകളോടെ ആ ചീഞ്ഞ പഴം ഓരോന്നെടുത്ത് ചീഞ്ഞ ഭാഗം ചെത്തി നോക്കുമ്പോൾ അവസാനം ഒന്നുമില്ല. ഈ സന്ദർഭത്തിൽ വാതിൽക്കൽ ഒരു മുട്ടൽ കേൾക്കുന്നു. ചെന്ന് തുറന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കിറ്റുമായി, വലിയൊരു കിറ്റാണ്, അത് പിന്നിൽ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ കൂടെയാണ് നോമ്പ് തുറക്കുന്നത്. ഇയാളാകെ അന്തം വിട്ടു, ഒന്നും കൊടുക്കാനില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നു, നീ വിഷമിക്കണ്ട,
അദ്ദേഹം കൊണ്ടുവന്ന ഫ്രൂട്ട്സ് മുഴുവനും അവിടെ നിരത്തി വെച്ചു കൊടുത്തുകൊണ്ട് അവരെല്ലാവരും സന്തോഷത്തോടെ നോമ്പ് തുറക്കുന്നായിരുന്നു. മനുഷ്യന്റെ ജീവിതമാണ്. നബിയുടെയും സഹാബത്തിന്റെ ഒക്കെ ചരിത്രം നോക്കുമ്പോൾ പ്രവാചകന്റെ മറ്റൊരു ഭക്തിയാണ് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല. അവരുടെ പേര് തന്നെ ഉമ്മുൽ മസാക്കീൻ എന്നാണ്. ഉമ്മുൽ മസാക്കീൻ, സാധുക്കളുടെ ഉമ്മ. അതാണ് സൈനബ ബിൻത് ജഹ്ഷിന്റെ പേര് കിട്ടിയേക്കുന്നത്. ധർമ്മം കൊണ്ട്, സാധുക്കളെ ചേർത്ത് പിടിച്ചത് കൊണ്ട്. ഒരിക്കൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരണശേഷം ഖലീഫയായിരുന്ന കാലത്ത് ഒരു സഞ്ചിയിൽ നിറയെ നാണയങ്ങളുമായി ഒരു മനുഷ്യനെ ആ സൈനബ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അയക്കുന്നു. സൈനബ റളിയല്ലാഹു അൻഹ കണ്ടുടനെ അല്ലാഹു ഉമറിന് പുറത്തു കൊടുക്കട്ടെ, എന്നേക്കാൾ അവകാശമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് മറുപടി പറയുന്നു. അപ്പൊ ഈ സഞ്ചിയുമായി വന്ന ആഗതൻ പറയുന്നു, ഇത് മുഴുവൻ നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്, എന്നാ അവിടെ വെച്ചേക്ക്, എന്നിട്ട് അതിന്റെ പുറത്തൊരു തുണി കൊണ്ട് മൂടിയൊക്കെ, എനിക്കത് കാണുക വേണ്ട. എന്നിട്ട് അവര് തന്നെ ഒരു തുണി എടുത്ത് അവരുടെ മുഖം മറക്കുകയാണ്, ഇത് കാണാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അവരുടെ പരിചാരികയുണ്ട്, ബർറ, അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബർറ, നീ അതിലേക്ക് ആ തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന ആ നാണയങ്ങളിലേക്ക് കൈ കടത്തുക താഴേക്ക്, എന്നിട്ട് ഓരോ വാരില് നീ വാരുക, എന്നിട്ട് അത് ഇന്ന ആളുകൾക്ക് നീ കൊണ്ടുപോയി കൊടുത്തേക്കുക. അങ്ങനെ അവരനുസരിച്ചു. പരിചാരികയല്ലേ. അവസാനം പറഞ്ഞു, പരമാവധി തീർന്നപ്പോൾ ബർറ പറഞ്ഞു, ഇനി എന്തുണ്ടോ അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. സൈനബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇനി ബാക്കി എന്തുണ്ടോ നിനക്കുള്ളതാണ്. അങ്ങനെ ആ ബർറ ആ തുണി ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ വെറും 85 ദിർഹം മാത്രമാണ് ബാക്കിയുള്ളത് മുഴുവൻ ധർമ്മം ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യണ്ട. പക്ഷെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സന്മനസ് വരുന്നില്ലെങ്കിൽ ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് എങ്ങനെ നമുക്ക് പോകാൻ കഴിയുക? നമ്മുടെ കൂട്ടത്തിലെ സഹോദരിമാരൊക്കെ സാധാരണയായി ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഭർത്താവ് ധർമ്മം ചെയ്യും, എന്റെ മക്കള് ധർമ്മം ചെയ്യുന്നു. ശരിയാണ്, ഭർത്താവ് ധർമ്മം ചെയ്യുന്നെങ്കിൽ ഭർത്താവിന് കൂലി കിട്ടും, മക്കൾ ധർമ്മം ചെയ്യുന്നെങ്കിൽ മക്കൾക്ക് കൂലി കിട്ടും. നിങ്ങൾക്കൊരിക്കലും ആയിഷമാരാകാൻ കഴിയില്ല, നിങ്ങൾക്കാർക്കും സൈനബ ബിൻത് ജഹ്ഷുമാരാകാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളാകാൻ കഴിയും. ഒരു മനസ്സ് വെച്ചാൽ മതി, എല്ലാവരും ഇക്കാര്യത്തിൽ. റമദാനാകുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് ആവശ്യങ്ങളുമായി നമ്മുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാരെത്തും. അത് ഓർമ്മ വേണം നമ്മളുടെ മനസ്സിൽ. കണ്ടറിഞ്ഞ് സഹായിക്കാൻ ഏത് കാര്യത്തിനും. നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും എന്തിനാണ് ഈ കളക്ഷൻ നടത്തുന്നത്? നമുക്ക് ആർക്കും അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് ആവശ്യക്കാർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗം ബാധിച്ചവർ, ഡയാലിസിസിന് ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ എത്രണ്ണം. നിങ്ങളെയൊക്കെ വ്യക്തിപരമായി സമീപിക്കുന്നുണ്ടാവില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാശ്വാസ കേന്ദ്രം പോലെ കണക്കാക്കി ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതിനു വേണ്ടിയാണ് ഈ കളക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് എന്ന തിരിച്ചറിവും സഹകരണവും നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം. ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരും, നിഷേധിക്കുന്നില്ല ഞാൻ. പക്ഷേ ആവശ്യക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെ എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഏത് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കണം. നമ്മൾ ഇന്ന് കളക്ഷൻ നടത്തുന്നുണ്ട്, പല ആവശ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗം കൊണ്ട് വിഷമിച്ച് ഡയാലിസിസിന് ബുദ്ധിമുട്ടുന്നവർ, ഡഫ് ഡംപ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായം തുടങ്ങി പലതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഒരു കളക്ഷൻ നടത്തുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ധനം അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മേന്മകളിലേക്ക്, മികവുകളിലേക്ക്, മഹത്വങ്ങളിലേക്ക് എത്താൻ നാം ശ്രമിക്കുക. അതിന് കൂടിയുള്ള നാളാണ് ധന്യമായ റമദാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഒന്നുകൂടി നമ്മൾ ചടുലമായി
ആവേശത്തോടെ, ഉന്മേഷത്തോടെ റബ്ബിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടൊന്ന് ഉണരുക, പ്രവർത്തിക്കുക. എല്ലാ രംഗത്തും മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിന് നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്കൊക്കെ സുപരിചിതനാണ് നമ്മുടെ കമറാൻ എന്ന് പറയുന്ന വ്യക്തി. അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് വിധേയനാവുക. ഓടിച്ചാടി സാമൂഹ്യ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാണ്. പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി പൂർണ്ണ ആരോഗ്യവാനായി സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ഇനിയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ അൽതാഫ് സേഠ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പൊറുത്തു മാറ്റി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا قضيته ولا مرضا الا شفيته ولا حاجة من حوائج الدنيا والاخره الا قضيتها يا ارحم الراحمين ويا قاضي الحاجات. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار واصلح لنا شأننا كله يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة